വെൽക്കം ടു സോണിയാസ് കിച്ചൺ. ഇന്ന് ഞാൻ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഒരു മീൻ കറിയാണ്. തത്ത മീനാണ് കറി വെക്കാനായിട്ട് പോകുന്നത്. തത്ത മീൻ കൂട്ടിയിട്ടുള്ളവർക്കൊക്കെ ആണെങ്കിൽ അറിയാം, അത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീനാണ്. അപ്പോൾ ഇതിനൊരു 5 കിലോയോളം വലിപ്പമുള്ള മീനാണിത്. ഇതിപ്പോൾ ഞാനിത് ക്ലീൻ ചെയ്യാനായിട്ട് കൊടുക്കുകയാണ് ഇവിടെ കടയിൽ തന്നെ. മീൻ കട്ട് ചെയ്തതിൽ നിന്ന് 2 കിലോ ഞാൻ കറി വെക്കാനായിട്ട് എടുത്തിരിക്കുന്നതാണിത്. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് വീണ്ടും കഴുകി ക്ലീൻ ആക്കി എടുത്തതാണ്. പിന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഈ മീൻ കറിക്ക് ചേർക്കാനായിട്ട് ഞാനിവിടെ 5 സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ ഉലുവ പൊടിച്ചത്, 1/2 സ്പൂൺ കുരുമുളക് പൊടി, ഇഞ്ചി, വെളുത്തുള്ളി. ഇഞ്ചി ഒരു വലിയ പീസും അതുപോലെ ഒരു 15 അല്ലിയോളം വെളുത്തുള്ളി ഉണ്ട്. രണ്ടും ഒരേ വലുപ്പത്തിൽ അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്. 2 തണ്ട് കറിവേപ്പില, 6ഓളം കുടംപുളി വെള്ളത്തിലിട്ടത്. മീൻകറി വെക്കുമ്പോൾ എപ്പോഴും ഞാൻ ആദ്യം തന്നെ കുടംപുളി വെള്ളത്തിലിട്ട് വെക്കാറുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഇതിലേക്ക് കടുകൊക്കെ താളിക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ, കടുക്, 25ഓളം ചെറിയുള്ളി. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇതിന് ആവശ്യമായിട്ടുള്ളത് കറി വെക്കാനായിട്ട്. അപ്പോൾ ഇനി ഇത് കറി വെക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള മസാലയൊക്കെ ചൂടാക്കാനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ആദ്യം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഈ ചെറിയ ഉള്ളി കൂടി ഇട്ട് കൊടുക്കാം. ഈ ഉള്ളിയിൽ നിന്ന് ഒരല്പം എടുത്ത് മാറ്റി വെക്കണം, കാരണം അവസാനം കടുക് താളിക്കുന്നതിൻ്റെ കൂടത്തിൽ ഒന്ന് വഴറ്റിയിടാനായിട്ടാണ്. അപ്പോൾ ഇത്രയും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അവസാനം കടുക് താളിക്കാനായിട്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന മസാലകളെല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. ഈ മസാലയുടെ ഒക്കെ പച്ചമണം മാറുന്നവിടം വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ മസാലയൊക്കെ ചൂടായിട്ടുണ്ട് നന്നായിട്ട്. ഇനി ഇത് അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് കറി വെക്കാനുള്ള ചട്ടി വെച്ച് കൊടുക്കാം. ഈ ചൂടാക്കിയ മസാല ഞാൻ ഈ ചട്ടിയിലേക്ക് മാറ്റുകയാണ്. ഈ മസാലയിലേക്ക് ഈ പുളിവെള്ളവും കൂടി ചേർത്ത് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ഈ മീൻ വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് തിളച്ച് വരണം. തിളച്ച് വന്നതിന് ശേഷമേ മീൻ പീസ് ഇട്ട് കൊടുക്കാവുള്ളൂ. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. മീനിന് നെകക്ക് വെള്ളം ഉണ്ടായിരിക്കണം. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്നുകൂടി തിളച്ച് വരണം. തിളച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം മൂടി വെച്ച് കൊടുക്കാം. ഇത് മൂടി വെച്ച് വേകാനായിട്ട് വെക്കാം. ഇപ്പോൾ കറി നന്നായിട്ട് വറ്റി പാകമായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് കടുക് കൂടി തളിച്ചു കൊടുക്കാം. എന്നിട്ട് ഇപ്പോൾ ഈ കടുക് തളിക്കാനായിട്ട് ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. മീൻകറിയൊക്കെ വെക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് നല്ലത്. കറിക്ക് ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത് വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോഴാണ്. ഇനി ഇതിലേക്ക് കടുക് കൂടി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളിയുടെ ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ മീൻ കറി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റുകൾ അറിയിക്കാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Thank you for watching.